ഇന്ത്യക്ക് അസംസ്കൃത എണ്ണയുടെ ആവശ്യകത വർദ്ധിക്കുകയാണ്. എപ്പോഴും നമ്മൾ 85% അസംസ്കൃത എണ്ണ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനിടയിലുണ്ടായ ഈയൊരു സംഘർഷം കാരണം നമുക്ക് അസംസ്കൃത എണ്ണയുടെ ആവശ്യകത വർദ്ധിക്കുമോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ക്ഷാമം സംഭവിക്കുമോ? ഇതിന് ഇന്ത്യൻ സർക്കാർ എന്താണ് മറുപടി നൽകിയിട്ടുള്ളത്? അവസാനമായി ഇസ്രായേൽ ഇറാൻ പ്രശ്നത്തിലുണ്ടായ അപ്ഡേറ്റുകൾ എന്തെല്ലാം? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അസംസ്കൃത എണ്ണയ്ക്ക് വേണ്ടി നമ്മൾ ഒരു രാജ്യത്തെ മാത്രമല്ല ആശ്രയിക്കുന്നത്. പ്രധാനമായും ഇറാനെ ആശ്രയിച്ചോ അല്ലെങ്കിൽ റഷ്യയെ മാത്രം ആശ്രയിച്ചല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ത്യൻ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഗോളതലത്തിൽ വൈവിധ്യപൂർണ്ണരാണ്. കൂടാതെ സ്ട്രാറ്റജിക് റിസോഴ്സ് ഇൻ പ്ലേസസ്. ഈ സ്ട്രാറ്റജിക് റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അസംസ്കൃത എണ്ണ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ സ്ട്രാറ്റജിക് റിസോഴ്സ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഉടൻ തന്നെ നമുക്ക് ഈ അസംസ്കൃത എണ്ണയുടെ ഒരു ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുമില്ല. ഇങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു വിശദീകരണം നൽകി. അതുകൊണ്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും ഇന്ത്യൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോ ഡിസ്ട്രക്ഷൻ ഇൻ ക്രൂഡ് സപ്ലൈ. ക്രൂഡ് സപ്ലൈയിൽ എന്തെങ്കിലും ആ നെറ്റ്വർക്കിൽ എന്തെങ്കിലും തടസ്സം സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നവും ഇപ്പോൾ നിലവിലില്ല. അടുത്തത് ഇറാന്റെ ഡിഫൻസ് മിനിസ്റ്റർ. ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് അവസാനത്തെ 2 ദിവസമായി ആദ്യം 200 മിസൈൽസ് അയച്ചു, അടുത്തൊരു 170, പിന്നീട് 70, അവസാനമായി 30 മിസൈൽ. ഇങ്ങനെ ദിനം പ്രതി ദിവസം കഴിയുന്തോറും മിസൈലുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ അവിടെ അവരുടെ ഒരു സ്ട്രാറ്റജി പ്ലേ ചെയ്യുകയാണ്. കൂടാതെ ആക്രമിക്കേണ്ട സ്ഥലങ്ങളിൽ അവർ ആക്രമിക്കുന്നുമുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം ഇറാന്റെ പല പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നാലും ഇറാന്റെ അറ്റാക്ക് എന്നത് 2 റീജിയനിൽ മാത്രമായിരുന്നു. ഒന്നാമത്തേത് ഹൈഫ, മറ്റൊന്ന് ടെല്ലവീവ് പ്രദേശത്ത്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഇറാന്റെ ആയുധം, പ്രധാനമായും ബാലിസ്റ്റിക് മിസൈൽസ് വന്ന് വീഴുന്നുവെന്ന് പറയുമ്പോൾ ഈ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഞങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇത് ഇസ്രായേലും സമ്മതിച്ചതാണ്. എങ്ങനെ സമ്മതിച്ചു എന്ന് ചോദിച്ചാൽ, അതെ, ഇറാനിൽ നിന്ന് വന്ന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഞങ്ങൾ സൈറൻ മുൻകൂട്ടി തന്നെ നൽകാൻ സാധിച്ചില്ല, കാരണം അതിനെ ഞങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇവിടെ ഈ ബാലിസ്റ്റിക് മിസൈലിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുമോ എന്ന് ചോദിച്ചാൽ അത് വളരെ അപൂർവമായി മാത്രമാണ്. അങ്ങനെയുള്ള സമയത്ത് ഇറാൻ എങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈലുകളെ ആർക്കും അറിയാതെ ഇസ്രായേലിനുള്ളിലേക്ക് അയച്ചത്? ഇസ്രായേൽ പോലും അറിയാതെ ഇസ്രായേലിലേക്ക് അത് വന്ന് വീണുവെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ മിസൈലിനെ ഇസ്രായേലിനെ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്തത് എന്ന് ഇറാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ഇസ്രായേൽ ഇറാൻ പ്രശ്നത്തിൽ അമേരിക്കയുടെ നിലപാട് എന്താണെന്ന്. കാരണം 48 മണിക്കൂർ വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനോടും ചില ചോദ്യങ്ങൾ ഇതുമായി സംബന്ധിച്ച് ചോദിക്കുന്നു. ശരിക്കും ഈ അണുവായുധം നിർമ്മിക്കുന്നുണ്ടോ? തുൾസി ഗബാർഡ് അണുവായുധം ഇറാൻ നിർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഇറാൻ അണുവായുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ 1 മന്തിനുള്ളിൽ അവർ 13 അണുവായുധം ഇറാനെ കൊണ്ട് നിർമ്മിക്കാൻ കഴിയുമെന്നൊക്കെ ഇസ്രായേൽ പറയുന്നു. അത് തന്നെ നിങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആര് പറയുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, തുളസി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുവെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ എൻ്റെ അനുമാനം, എനിക്ക് ലഭിച്ച ഡാറ്റ പ്രകാരം ഇറാൻ വളരെ വേഗത്തിൽ അണുവായുധം വികസിപ്പിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തുൾസി ഗബാർഡ് ഇപ്പോൾ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ആണ്, DNA എന്ന പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഈ നാഷണൽ ഇന്റലിജൻസിന്റെ ഡയറക്ടർ പറയുന്നത് കള്ളമാണ്, ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സത്യമാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും പിന്നെ എന്തിനാണ് നാഷണൽ ലെവലിലുള്ള ഇന്റലിജൻസ് ഡയറക്ടർ? അവർക്ക് എന്തിനാണ് ആ ഒരു സ്ഥാനം? ഇങ്ങനൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. കാരണം ഇതേ തുൾസി ഗബാർഡ് 2 മാസത്തിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഇറാൻ കാരണം അണുവായുധ പ്രശ്നം അധികമൊന്നും ഇല്ല എന്ന്. അപ്പോൾ അണുവായുധമാണ് കാരണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറാനെതിരെയുള്ള ഈ ആക്രമണങ്ങളെല്ലാം, ഇത്ര വലിയ ആക്രമണങ്ങളെല്ലാം ചെയ്തത് എന്ന് ഇസ്രായേൽ പറയുകയും, അതെ, അതുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് അമേരിക്ക തലയാട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടുപേരും മാറി മാറി സപ്പോർട്ട് ചെയ്യുമ്പോൾ തുളസി പോലുള്ള വ്യക്തികൾ സത്യം തുറന്നു പറയുന്നു. എന്നാൽ അതാണ് കള്ളമെന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യവും അവരവരുടെ പൗരന്മാരെ ഇറാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാനും അവരുടെ പൗരന്മാരെ ഇറാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടമായി 110 വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവർ ഇന്ത്യയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ സർക്കാർ എടുക്കുമെന്നും വീണ്ടും ഒരുപാട് ആളുകൾ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലെ ഇന്ത്യക്കാർക്ക് ഞങ്ങൾ കൈ കൊടുക്കുന്നുണ്ട്, എല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്.
എല്ലാവർക്കും എന്താണ് ആവശ്യം എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യും എന്ന് ഇന്ത്യൻ സർക്കാർ പറഞ്ഞു. ഇറാന്റെ സ്റ്റേറ്റേൺ IRIB ഇസ്രായേൽ ഇടയ്ക്ക് ഒരു ആക്രമണം നടത്തിയല്ലോ ഈ മാധ്യമ കമ്പനിയിൽ. ആ മാധ്യമത്തിൽ നിന്നും ഒരു വാർത്ത പുറത്തു വന്നു. ഗവൺമെന്റ് ഒഫീഷ്യൽസ് വാട്സപ്പ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മെസ്സേജിംഗ് സർവീസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണമുണ്ട്. യൂസർ ഡേറ്റ ഇൻക്ലൂഡിംഗ് ലൊക്കേഷൻ ഉൾപ്പെടെ വാട്സപ്പ് നിങ്ങൾ അറിയാതെ സെർവറിലേക്ക് അയക്കുകയാണ്, അമേരിക്കയ്ക്ക് കൊടുക്കുകയാണ് എന്നുള്ള ഒരു വിവരം. ഇതൊരു കോൺസ്പിറസി തിയറിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം എന്താണെന്നുള്ളത് വാട്സപ്പ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള ഡേറ്റാസ് എടുത്ത് അമേരിക്കയിലേക്ക് അയക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൊബൈൽ ആപ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇറാൻ അവരുടെ ഗവൺമെന്റ് സ്റ്റാഫ്സിനോട് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഓൾ കണക്റ്റഡ് ഡിവൈസസ് ബാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇറാന്റെ അറിയിപ്പ്. അപ്പോൾ ഇറാന്റെ ഈ ഒരു അറിയിപ്പിലൂടെ വ്യക്തമാകുന്നത് ടെക്നോളജിക്കലി വൈസ് ഇറാൻ മുൻപിൽ തന്നെയാണുള്ളത്. എന്നാൽ ഇസ്രായേലിന്റെ പക്കൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ബേസിക് മൊബൈൽ ഫോണിലേക്ക് മാറേണ്ടതാണ് നല്ലത്. മറ്റു മാർഗമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെലവീവിൽ ഗിലോട്ട് സെക്യൂരിറ്റി കോംപ്ലക്സിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അവിടെയുണ്ടായ ഒരു വലിയ പുക ഇത് ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഭയം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടുത്തത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായി ഇറാനെ പിന്തുണച്ചും ഇസ്രായേലിന് എതിരായും ഒരു സ്റ്റേറ്റ്മെന്റ് റിലീസായി. ആ പ്രസ്താവനയെക്കുറിച്ച് ഇന്ത്യ പറഞ്ഞത്, ഈ സ്റ്റേറ്റ്മെന്റ് നൽകുമ്പോൾ ഞങ്ങളില്ലായിരുന്നു, ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇന്ത്യ ഇതിനകം പറഞ്ഞു. അങ്ങനെയുള്ള ഇന്ത്യയെ ഇസ്രായേൽ അഭിനന്ദിച്ചു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായി ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇന്ത്യ ഇല്ലാത്തത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണ്. തീർച്ചയായും ഇസ്രായേൽ ഇന്ത്യ സൗഹൃദം എപ്പോഴത്തെയും പോലെ ഇനിയും തുടരും എന്നും ഇസ്രായേൽ പറഞ്ഞു. ഏകദേശം 20 ടാങ്കർ വിമാനങ്ങൾ യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്ക് പറക്കുകയാണ്. അതിനെ എസ്കോർട്ട് ചെയ്യുന്നതിന് F-35, F-16 വിമാനങ്ങൾ മുന്നിൽ പോകുന്നുണ്ട്. അവർക്ക് പുറകിലായി ടാങ്കർ വിമാനങ്ങളും വരുന്നുണ്ട്. ഇവയെല്ലാം സുൽത്താൻ എയർബേസ്, സൗദി അറേബ്യയിലുള്ള സുൽത്താൻ എയർബേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ അവരുടെ യുദ്ധവിമാനങ്ങളെയും ടാങ്കർ വിമാനങ്ങളെയും ഇസ്രായേലിന് സപ്പോർട്ട് നൽകുന്ന രീതിയിൽ സുൽത്താൻ എയർബേസിൽ കൊണ്ടുവന്ന് വിന്യസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 48 മണിക്കൂർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് വളരെ നിർണായകമാണ്. ഇസ്രായേൽ അവരുടെ ആക്രമണം ഈ സമയത്ത് തീർച്ചയായും ചെയ്യാൻ പോവുകയാണ്. അതിനാവശ്യമായ ഇന്ധനമാണ് ഇപ്പോൾ ഇവിടെയുള്ള അമേരിക്കൻ വിമാനങ്ങൾ, ടാങ്കർ വിമാനങ്ങൾ വഴി ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഡ് എയർ റീഫ്യൂലിങ്ങിനായി അമേരിക്കയാണ് ഇസ്രായേലിന് വലിയൊരു സഹായം ചെയ്യാൻ പോകുന്നത്. ചാനൽ 14 ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വി ആർ 48 ക്രിട്ടിക്കൽ അവേഴ്സ് എവേ ഫ്രം എ വാർ വിത്ത് ഇറാൻ എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ടച്ചിങ് അവർ ഓയിൽ, ഞങ്ങളുടെ അസംസ്കൃത എണ്ണ നിങ്ങൾ വീണ്ടും തൊടണം എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ എല്ലാ അസംസ്കൃത എണ്ണയും ഞങ്ങളുടെ കയ്യിലുണ്ടാകും. ഞങ്ങളുടെ എണ്ണ നിങ്ങൾ തടഞ്ഞു നിർത്തിയാൽ അല്ലെങ്കിൽ അതിനെ കത്തിച്ചു കളഞ്ഞുവെന്നുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങളും ചെയ്യുമെന്ന് ഇറാൻ ലോകരാജ്യങ്ങൾക്ക് അസംസ്കൃത എണ്ണ മാർക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ മാത്രമേ ദാനവും ധർമ്മവും നടക്കുകയുള്ളൂ. ഞങ്ങളുടെ പക്കൽ എണ്ണ വരാൻ പാടില്ല. അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഗെയിം പ്ലേ ചെയ്യാൻ ചിന്തിച്ചാൽ നിങ്ങൾക്കും അതേ വിധി തന്നെയായിരിക്കുമെന്നാണ് ഇറാന്റെ ഉത്തരം. ഐ ഹാവ് നോ ഡിസൈർ ടു നെഗോഷിയേറ്റ് വിത്ത് ഇറാൻ. ഐ എക്സ്പെക്ട് നത്തിങ് ലെസ് ദാൻ ദെയർ കംപ്ലീറ്റ് സറണ്ടർ. നെഗോഷിയേറ്റ് ചെയ്യാൻ എനിക്കൊരു മൂടേ ഇല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കൂടാതെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇറാൻ പൂർണ്ണമായും സറണ്ടർ ആകണം, അത്രമാത്രം. സറണ്ടർ ആകണം. അണുവായുധം ഞങ്ങളിനെ തയ്യാറാക്കുകയില്ല എന്ന് കീഴടങ്ങണം. ഇസ്രായേലിനെതിരെ ഞങ്ങൾ ഇനി ഒരു ആക്രമണം നടത്തില്ല എന്ന് പറഞ്ഞ് കീഴടങ്ങണം. ഈ 3 കീഴടങ്ങലാണ് ഇപ്പോൾ അമേരിക്ക ഇറാന്റെ പക്കൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇറാന്റെ സെഫ ബാങ്ക് എന്ന ബാങ്കിൽ ഇപ്പോൾ സൈബർ അറ്റാക്ക് നടക്കുക. അവിടെയുള്ള ഈ സോഴ്സ് ഇൻഫോർമേഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇത് 50% മാത്രമാണ് സത്യം. അവിടെ ഇറാനിലുള്ള ബാങ്കുകളിലൊക്കെ സാധാരണ ഇങ്ങനെയുള്ള സൈബർ അറ്റാക്ക് ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴങ്ങനെ സംഭവിച്ചു, പക്ഷേ ഇറാൻ അതിനെ തടസ്സപ്പെടുത്തി എന്നുള്ള വിവരവും ഇറാൻ ഗവൺമെന്റ് പുറത്തുവിട്ടു. ഇറാന്റെ മിസൈൽ ടീം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഉപകരണങ്ങളായിക്കോട്ടെ ചൈനയിൽ നിന്നും വന്നതായി നമ്മൾ അറിഞ്ഞിരുന്നു. എന്നാൽ അതേസമയം ഇറാന്റെ മുഴുവൻ മിസൈൽ സ്ട്രക്ചർ ഞങ്ങൾ നശിപ്പിച്ചു വരികയാണ് എന്നുള്ള വിവരവും ഇസ്രായേൽ പറഞ്ഞു. ഇങ്ങനൊരു വിവരം നൽകിയത് മാത്രമല്ല, വീഡിയോ ആയും അവരിത് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് യൂറോപ്പ് യൂണിയന് സ്പെയിൻ ഒരു റിക്വസ്റ്റ് കൊടുത്തു. ഇസ്രായേൽ ആവശ്യമില്ലാതെ ഇറാനെതിരെ ഒരു വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകാൻ പാടില്ല. ഒരു ആയുധ നിരോധം ഇസ്രായേലിന് നൽകണം. എങ്കിൽ മാത്രമേ ഇസ്രായേൽ ഒന്ന് അടങ്ങുകയുള്ളൂ എന്നാണ് സ്പെയിൻ നൽകിയിട്ടുള്ള വിവരം. അപ്പോൾ സ്പെയിനിന്റെ ഈ ഒരു അഭ്യർത്ഥന എത്ര യൂറോപ്പ് രാജ്യങ്ങൾ അംഗീകരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. ഇതിലും കൂടുതൽ അപ്ഡേറ്റ്സ് തീർച്ചയായും നിങ്ങൾ അറിയേണ്ടതുണ്ട്. അടുത്തടുത്ത വീഡിയോയിലൂടെ തീർച്ചയായും നിങ്ങൾക്കത് അറിയാനും സാധിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.